ഗുഡ് മോർണിംഗ് കുട്ടികളെ. നമ്മൾ ഇന്ന് 5th ബ്ലോക്കിലെ 15th ചാപ്റ്റർ 5ാമത്തെ ബ്ലോക്കിലെ 15ാമത്തെ ചാപ്റ്റർ ആണ് ക്ലാസ് എടുക്കുന്നത്. അതിലെ യൂണിറ്റ് 15 ലാൻഡ് മാർക്കറ്റ്. അപ്പൊ ഈ ലാൻഡ് മാർക്കറ്റ് എന്ന ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ലാൻഡിനെ കുറിച്ച് നമ്മൾ 13ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. കാരണം ലാൻഡിന് കിട്ടുന്ന റിട്ടേൺ ആണ് റെന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഇൻവോൾവഡ് ആയിട്ട് വരുന്നത് റെന്റിനെ കുറിച്ചാണ്. അപ്പോൾ ലാൻഡിന് കിട്ടുന്ന റിട്ടേൺ ആണ് റെന്റ് എന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ വളരെ വിശദമായി പഠിച്ചത് കൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചാപ്റ്ററാണ് 15ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലാൻഡ് മാർക്കറ്റ്. അപ്പൊ നമ്മൾക്ക് ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇതിലെ ഇൻട്രഡക്ഷൻ അറിഞ്ഞിട്ട് ബാക്കിയുള്ള ടോപ്പിക്കുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. അപ്പൊ എന്താണ് അതിന്റെ ഇൻട്രഡക്ഷൻ എന്ന് നോക്കാം. കാരണം ലാൻഡ് മാർക്കറ്റിന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ലാൻഡ് ഉണ്ടോ അവിടെ എന്തും ഉണ്ടായിരിക്കാം, റെന്റും ഉണ്ടായിരിക്കാം. ലാൻഡ് ഉണ്ടെങ്കിൽ ഒപ്പം റെന്റും ഉണ്ടായിരിക്കാം എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഇൻട്രഡക്ഷനിലേക്ക് പോവാം. എന്താണ് ഇൻട്രഡക്ഷൻ? The term rent is often used for contractual payment for use of an asset such as a house, shop, machine, etc. ഇവിടെ പറയാണ് ലാൻഡിന്റെ റിട്ടേൺ ആണ് റെന്റ് എന്ന് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ റെന്റ് എന്ന് പറയുമ്പോൾ the term rent is often used for കോൺട്രാക്ച്വൽ പേയ്മെന്റ്. ഒരു കോൺട്രാക്ച്വൽ പേയ്മെന്റ് ആണ്. ഏതൊക്കെ അസറ്റുകളുടെ? ഹൗസിന്റെയും ഷോപ്പിന്റെയും മെഷീൻസിന്റെയും ഒരു കോൺട്രാക്ച്വൽ പേയ്മെന്റ് ആണ് ഏത്? റെന്റ്. നമ്മൾക്കറിയാം കോൺട്രാക്ച്വൽ പേയ്മെന്റ് എന്ന് പറയാനുള്ള കാരണം നമ്മൾ എന്ത് സാധനം റെന്റിന് എടുക്കുമ്പോഴും ഒരു കോൺട്രാക്ട് എഴുതും. ആ കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിലാണ് പേയ്മെന്റ് കൊടുക്കുക. അതുകൊണ്ടാണ് റെന്റ് എന്താണ് എന്ന് പറയാനുള്ള കാരണം ഒരു കോൺട്രാക്ച്വൽ പേയ്മെന്റ് ആണ്. എന്തിന്റെയൊക്കെ കോൺട്രാക്ച്വൽ പേയ്മെന്റ് ആണ്? ഹൗസിന്റെയും ഷോപ്പിന്റെയും മെഷീന്റെയും വാല്യൂ ഉള്ള എന്ത് വസ്തുവിന്റെയും കോൺട്രാക്ച്വൽ പേയ്മെന്റ് ആണ് ഏത്? റെന്റ്. നെക്സ്റ്റ്, മോസ്റ്റ് ഓഫ് ലാൻഡ് വാസ് ഓൺഡ് ബൈ ലാൻഡ് ലോർഡ് ഓർ സെമീദാർസ്. അതേപോലെ തന്നെ ലാൻഡിന്റെ ഓണർഷിപ്പ് ആരിലായിരിക്കാം? ഭൂമിയുടെ അവകാശി ആരായിരിക്കാം? ഓണർ ആരായിരിക്കാം? ലാൻഡ് ലോർഡും സെമീദാറുമായിരിക്കാം. മോസ്റ്റ് ഓഫ് ലാൻഡ് വാസ് ഓൺഡ് ബൈ ലാൻഡ് ലോർഡ്സ് ഓർ സെമീദാർ. ഭൂമിയുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ആരിലാണ്? സെമീദാറോ അല്ലെങ്കിൽ ലാൻഡ് ലോർഡ്സോ ആയിരിക്കാം. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? റെന്റ് ഈസ് ദാറ്റ് പേയ്മെന്റ് വിച്ച് ഗിവൺ ഫോർ പ്രൊഡക്റ്റീവ് യൂസ് ഓഫ് സോയിൽ. അതേപോലെ റെന്റ് എന്ന് പറയുന്നത് പേയ്മെന്റ് വിച്ച് ഈസ് ഗിവൺ ഫോർ പ്രൊഡക്റ്റീവ് യൂസ് ഓഫ് സോയിൽ. മണ്ണിനെ പ്രൊഡക്റ്റീവായി ഉപയോഗിക്കുമ്പോഴാണ് എന്ത് കിട്ടുക? അതിന്റെ പേയ്മെന്റ് ആണ് എന്ത്? റെന്റ്. മണ്ണിനെ, സോയിലിനെ പ്രൊഡക്റ്റീവായിട്ട്, ഭൂമിയെ അഥവാ മണ്ണിനെ പ്രൊഡക്റ്റീവായി യൂസ് ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന പേയ്മെന്റ് ആണ് ഏത്? റെന്റ്. ഇതാണ് ലാൻഡ് മാർക്കറ്റ് എന്ന ചാപ്റ്ററിന്റെ ഇൻട്രഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. റെന്റ് ആസ് റിട്ടേൺ ടു ലാൻഡ് യൂസ്. ലാൻഡ് യൂസിന്റെ റിട്ടേൺ ആണ് എന്ത്? റെന്റ്. അത് 4 പാരഗ്രാഫുകളിലൂടെയാണ് പറയുന്നത്. അതിൽ ആ 4 പാരഗ്രാഫിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ടീച്ചർ ഇവിടെ അനലൈസ് ചെയ്യണത്. അതിൽ ഫസ്റ്റ് ഇവിടെ പേരാന്ന് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ടോപ്പിക്? റെന്റ് ആസ് റിട്ടേൺ ടു ലാൻഡ് യൂസ്. ലാൻഡ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള റിട്ടേൺ ആണ് റെന്റ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് 4 പാരഗ്രാഫിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതിലെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നു, the price of a fixed factor is generally known as rent or pure economic rent. Price of a fixed factor is generally known as rent. അതായത് പ്രൈസ്, ഫിക്സഡ് ഫാക്ടറിന്റെ ഒരു പ്രൈസ് വിലയാണ്
എന്ത് റെന്റ്, അതല്ലെങ്കിൽ പിയർ എക്കണോമിക് റെന്റ്. നമുക്കറിയാം റെന്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഫാക്ടറാ, പ്രൈസ് ഓഫ് എ ഫിക്സഡ് ഫാക്ടറാ. നമുക്ക് റെന്റ് കൊടുക്കാതെ ഒരാളും ഒരു സാധനവും ഉപയോഗിക്കാൻ തരില്ല. അതുകൊണ്ടാണ് റെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രൈസ് ഓഫ് എ ഫിക്സഡ് ഫാക്ടർ എന്ന് പറയാനുള്ള കാരണം. ഒരു വീടാണെങ്കിലും ഒരു ഭൂമിയാണെങ്കിലും ഒരു മെഷീൻ ആണെങ്കിലും നമ്മൾ അത് വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ അതിന് എന്ത് കൊടുക്കണം, ഒരു ഫിക്സഡ് പ്രൈസ് അതിന് മന്ത്ലി കൊടുക്കണം, അതല്ലെങ്കിൽ ഒന്നിച്ച് കൊടുക്കണം, ഇത്ര വർഷത്തേക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കണം. അതുകൊണ്ടാണ് റെന്റ് എന്താണ് എന്ന് പറയാനുള്ള കാരണം, ഫിക്സഡ് ഫാക്ടർ, പ്രൈസ് ഓഫ് എ ഫിക്സഡ് ഫാക്ടർ എന്ന് പറയാനുള്ള കാരണം. നെക്സ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്, എക്കണോമിക്സ് അപ്ലൈ ദ ടേം റെന്റ് നോട്ട് ഓൺലി ടു ലാൻഡ് but to any factor of production which is fixed in supply. Economist apply the term rent not only to land. Land ഇല്ലെങ്കിൽ എക്കണോമിക്സിൽ ഏത് ടേമും ഇല്ല, റെന്റ് എന്ന പദവും ഇല്ല. ഭൂമി ഉണ്ടെങ്കിലേ ഏത് പദവും ഉണ്ടായിരിക്കുള്ളൂ, എക്കണോമിക്സില് റെന്റ് എന്ന ടേമും ഉണ്ടായിരിക്കുകയുള്ളൂ. റെന്റ് കിട്ടണമെങ്കിൽ ആര് വേണം, ലാൻഡ് വേണം. ലാൻഡ് ഭൂമി ഇല്ലെങ്കിൽ ഏത് പദം എക്കണോമിക്സിൽ ഇല്ല എന്നാ പറയുന്നത്, റെന്റ് എന്ന പദം ഇല്ല. എക്കണോമിക്സ് അപ്ലൈ ദ ടേം റെന്റ്, എക്കണോമിക്സ് റെന്റ് എന്ന പദം അപ്ലൈ ചെയ്യണമെങ്കിൽ ഏത് വേണം, ലാൻഡ് വേണം. ലാൻഡ് ഇല്ലെങ്കിൽ എന്ത് ടേം അപ്ലൈ ചെയ്യില്ല, റെന്റ് എന്ന ടേം അപ്ലൈ ചെയ്യില്ല. മാത്രല്ല എനി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ വിച്ച് ഈസ് ഫിക്സഡ് ഇൻ സപ്ലൈ. അതേപോലെ തന്നെ ലാൻഡിന്റെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം, ഫിക്സഡ് ഇൻ സപ്ലൈ. നമുക്ക് ഭൂമി കൂട്ടാനും കുറയ്ക്കാനും കഴിയില്ല, ഉള്ളത് എപ്പോഴും ഭൂമിയുടെ വിതരണം എന്ന് പറയുന്നത് ഫിക്സഡ് ആക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എന്ത് പറയാനുള്ള കാരണം, ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ വിച്ച് ഈസ് ഫിക്സഡ് ഇൻ സപ്ലൈ. ആൻഡ് അതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയം ഈസ് എ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. റെന്റിന്റെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്, സന്തുലിതാവസ്ഥ. റെന്റിന്റെ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കാം, സ്റ്റേബിൾ ആയിരിക്കാം. റെന്റിന്റെ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ഈസ് എ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ആൻഡ് ദെൻ സെക്കൻഡ് പാരഗ്രാഫിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എന്താണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്, ലാൻഡ് ഈസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ വിച്ച് കംപ്രൈസസ് ഫ്രീ ഗിഫ്റ്റ് ഓഫ് ദ നേച്ചർ ടു ദ മാൻകൈൻഡ്. മനുഷ്യനിർമ്മിതമായ കാര്യങ്ങൾക്ക് വേണ്ടി ഭൂമി എന്താണ്, ഫ്രീ ഗിഫ്റ്റ് ഓഫ് ദ നേച്ചർ, പ്രകൃതിയുടെ വരദാനമാണ് ഭൂമി. പ്രകൃതിയുടെ വരദാനമാണ് ലാൻഡ്. എന്തിനു വേണ്ടി, മാൻകൈൻഡിന് വേണ്ടി, മനുഷ്യനിർമ്മിതിക്ക് വേണ്ടി ഭൂമി എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ വരദാനമാണ്. നമുക്കറിയാം ഭൂമി എന്ന് പറയുന്നത് പ്രകൃതിയുടെ വരദാനമാണ്. നമ്മൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അത് ഈ ഭൂമിയിലേ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഭൂമി എന്ന് പറയുന്നത് എന്താണ്, പ്രകൃതിയുടെ വരദാനമാണ്. ഇനി എന്തൊക്കെയാണ് ആ വരദാനം എന്ന് പറയുന്നത്, ഫ്രീ ഗിഫ്റ്റ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, സർഫേസ് ഭൗമോപരിതലം, മിനറൽസ് ധാതുക്കൾ, ഫോറസ്റ്റ് കാട്, വാട്ടർ സ്ട്രീം ജലം, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഭൂമിയിൽ നിന്നും കിട്ടുന്ന ഗിഫ്റ്റ് ആണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ പ്രവർത്തികൾക്ക് വേണ്ട വരദാനമാണ് ഏത്, ഭൂമി. ഇനി എന്തൊക്കെ പ്രവർത്തികൾക്ക് വേണ്ട കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്, നമുക്ക് എന്തൊക്കെയാ ഭൂമിയിൽ നിന്നും കിട്ടുന്നത് ഗിഫ്റ്റ് ആയിട്ട്, സർഫേസ്, മിനറൽസ്, ഫോറസ്റ്റ്, വാട്ടർ സ്ട്രീംസ് ആൻഡ് എക്സെട്ര. അതേപോലെ തന്നെ പിന്നീട് പറയാണ് ആ പാരഗ്രാഫില്, the surface available for cultivation may be limited. Surface available for cultivation may be limited. ഭൗമോപരിതലത്തിൽ കൾട്ടിവേഷൻ ലിമിറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭൗമോപരിതലത്തിൽ കൾട്ടിവേഷൻ ലിമിറ്റഡ് ആവാനുള്ള കാരണം ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് എന്താണ്, ബട്ട് വി ക്യാൻ ആൾവേസ് ആഡ് ടു ഇറ്റ് ബൈ ക്ലിയറിംഗ് ഫോറസ്റ്റ്. ഫോറസ്റ്റ് വെട്ടിമാറ്റണം എന്നതുകൊണ്ട് നമ്മള് കൾട്ടിവേഷൻ ചെയ്യുന്നത് കുറയ്ക്കുന്നുണ്ട്. റീക്ലെയിമിംഗ് ബാരൻ ലാൻഡ്, ഭൂമിയെ മറ്റ് മണ്ണു മാന്തിയിട്ടൊക്കെ മറ്റ് രീതിയിൽ ഭൂമിയിൽ ക്ഷതമേൽപ്പിക്കും എന്നതുകൊണ്ടും നമ്മൾ എന്ത് ലിമിറ്റഡ് ആക്കുന്നുണ്ട് എന്നാ പറയുന്നത്, കൾട്ടിവേഷൻ ലിമിറ്റഡ് ആക്കുന്നുണ്ട്. അല്ലാതെ ഇന്ന് നമുക്ക് കൾട്ടിവേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൃഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മള് കൃഷി ചെയ്യേണ്ട ഭൂമിയില് പലതരത്തിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകളും
ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വീടുകളും ഒക്കെ കൺസ്ട്രക്ട് ചെയ്തതിന്റെ ഭാഗമായി ഇന്ന് നമ്മളുടെ കൾട്ടിവേഷൻ എന്ന് പറയുന്നത് എങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്? ലിമിറ്റഡ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് ഇവിടെ സർഫേസ് അവൈലബിൾ ഫോർ കൾട്ടിവേഷൻ മേ ബി ലിമിറ്റഡ് എന്ന് പറയുന്നത്. കാരണം കൾട്ടിവേഷൻ ലിമിറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ലിമിറ്റഡ് ആവാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഫോറസ്റ്റ് വെട്ടിമാറ്റണം. അത് അപ്പൊ വേറെ ഇഷ്യൂ വരും. അതുകൊണ്ട് ഫോറസ്റ്റ് വെട്ടിമാറ്റണം എന്ന് വരുമ്പോഴും കൾട്ടിവേഷൻ കുറയാം. ഭൂമിയെ മറ്റു രീതിയിൽ ഉപയോഗിക്കണം എന്ന് വരുമ്പോഴും എന്ത് കുറയാം? കൾട്ടിവേഷൻ കുറയാം. അതുകൊണ്ട് ഇന്ന് കൾട്ടിവേഷൻ എന്തായിക്കൊണ്ടിരിക്കുകയാണ്? ലിമിറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ പാരഗ്രാഫിലൂടെ വ്യക്തമാക്കുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്, തേർഡ് പാരഗ്രാഫിലൂടെ ഒരു സപ്പോസിങ്, ഊഹിക്കാനാണ് നമ്മളോട് പറയുന്നത്. സപ്പോസ് എ സർട്ടൻ പീസ് ഓഫ് ലാൻഡ് ക്യാൻ ബി യൂസ്ഡ് ടു ഗ്രോ ഓൺലി കോട്ടൺ. കോട്ടൺ കൃഷി, കുറച്ച് ഭാഗത്ത്, ഭൂമിയുടെ കുറച്ച് ഭാഗത്ത് കോട്ടൺ കൃഷി ചെയ്യുന്നതായിട്ട് സപ്പോസ് ചെയ്യുക. ഇഫ് ഡിമാൻഡ് ഫോർ കോട്ടൺ റൈസസ്, കോട്ടൺ കൃഷി ചെയ്യുമ്പോൾ അതിന്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നു. then the demand curve for cotton land will be shift up at the right. അങ്ങനെ കോട്ടന്റെ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ അതിന്റെ ഡിമാൻഡ് കർവ് എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ചെയ്യുന്നു. എവിടേക്ക്? മുകളിൽ നിന്നും വലതുഭാഗത്തേക്ക്. ഡിമാൻഡ് കർവ് അപ്പിൽ നിന്നും റൈറ്റിലേക്ക്, മുകളിൽ നിന്നും റൈറ്റിലേക്ക് ഡിമാൻഡ് കർവ് എന്ത് ചെയ്യപ്പെടുന്നു? മുകളിൽ നിന്നും റൈറ്റിലേക്ക് പറഞ്ഞാൽ ഇതേപോലെ ഡിമാൻഡ് കർവ് എന്ത് ചെയ്യപ്പെടാം? ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ വരാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഡിമാൻഡ് മുകളിൽ നിന്നും താഴേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം കോട്ടൺ കൃഷി ചെയ്യാണ്. ഇനി കോട്ടൺ അല്ല, ഏത് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് കൃഷി ചെയ്യുമ്പോഴും അതിന്റെ ഡിമാൻഡ് വർദ്ധിക്കുമ്പോഴേ, ആ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ മാത്രമാണ് അപ്പിൽ നിന്നും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. അതെ, അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നു ദ റെന്റ് വുഡ് റൈസ്. ഡിമാൻഡ്, കോട്ടന്റെ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ കോട്ടന്റെ ഡിമാൻഡ് കർവിനും മാറ്റം ഉണ്ടാവും. ഡിമാൻഡ് കർവ് മുകളിൽ നിന്നും വലത് ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്തും വർദ്ധിക്കും? റെന്റും വർദ്ധിക്കും. ഇപ്പൊ ഏത് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റും കൃഷി ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡിമാൻഡ് വർദ്ധിക്കണം. അതിന്റെ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് കർവ് എങ്ങടാ പോവുക? മുകളിലേക്ക് പോയിട്ട് വലതു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് വർദ്ധിക്കും? റെന്റ് വർദ്ധിക്കും. ഇപ്പൊ റെന്റ് വർദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? ഭൂമി വേണം, ലാൻഡ് വേണം. ആ ലാൻഡിൽ എന്ത് ചെയ്യണം? കൃഷി ചെയ്യണം, കൾട്ടിവേഷൻ ചെയ്യണം. കൾട്ടിവേഷൻ ചെയ്യുമ്പോൾ അത് വർദ്ധിക്കണം. അതിന്റെ ഡിമാൻഡ്, കൾട്ടിവേറ്റഡ് പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് വർദ്ധിക്കണം. കൾട്ടിവേറ്റഡ് പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ അത് അപ്പ് മുകളിലേക്ക് പോയി റൈറ്റ് ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് എന്ത് വർദ്ധിക്കുക? റെന്റ് വർദ്ധിക്കുക. അതാണ് ആ തേർഡ് പാരഗ്രാഫിലൂടെ വ്യക്തമാക്കുന്നത്. ആൻഡ് ലാസ്റ്റ് പാരഗ്രാഫ്, നാലാമത്തെ പാരഗ്രാഫിലൂടെ എന്താണ്? ഡിമാൻഡ് ഫോർ ആൻ ഇൻപുട്ട് ഈസ് എ ഡിറൈവ്ഡ് ഡിമാൻഡ്. ഒരു ഇൻപുട്ടിന്റെ ഡിമാൻഡ് ഡിറൈവ്ഡ് നിർവചിക്കുന്നത് എന്താണ്? ഡിമാൻഡ് തന്നെയാണ്. ഒരു ഇൻപുട്ടിന്റെ ഡിമാൻഡ് ഡിറൈവ്ഡ് ചെയ്യുന്നതും ഏതന്നെയാണ്? ഡിമാൻഡ് തന്നെയാണ്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് പ്രൈസ് ഓഫ് ഇൻപുട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഇൻപുട്ട് മാർജിനൽ പ്രോഡക്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ് ഓഫ് ദ ഔട്ട്പുട്ട് ബീയിങ് പ്രൊഡ്യൂസ്ഡ്. അപ്പൊ ഒരു ഇൻപുട്ടിന്റെ പ്രൈസ്, ഇൻപുട്ട് പറഞ്ഞാൽ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് നിശ്ചയിക്കുക ആരാണ്? ഇൻപുട്ട് മാർജിനൽ പ്രോഡക്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ് ഓഫ് ദ ഔട്ട്പുട്ട് ബീയിങ് പ്രൊഡ്യൂസ്ഡ്. ഇത്രയേ ഉള്ളൂ. ഒരു ഇൻപുട്ടിന്റെ പ്രൈസ് നിശ്ചയിക്കുക എങ്ങനെയാണ്? ഇൻപുട്ട് മാർജിനൽ പ്രോഡക്റ്റിനെ എന്തുമായി മൾട്ടിപ്ലൈഡ് ചെയ്താൽ മതി? പ്രൈസ് ഓഫ് ദ ഔട്ട്പുട്ടുമായി മൾട്ടിപ്ലൈഡ് ചെയ്യുമ്പോഴാണ് ഒരു ഇൻപുട്ടിന്റെ വില നിശ്ചയിക്കപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ റെന്റ് ആസ് റിട്ടേൺ ടു ലാൻഡ് യൂസ് എന്ന ടോപ്പിക്കിലൂടെ നമുക്ക് വിശദീകരിക്കാനുള്ളത്. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, ഇഫക്റ്റ് ഓൺ ടാക്സ് ഓൺ ലാൻഡ്. എഫക്റ്റ് ഓൺ ടാക്സ് ഓൺ ലാൻഡ്, ലാൻഡിന്മേലുള്ള ടാക്സിന്റെ സ്വാധീനം. നമുക്കറിയാം, എപ്പോഴും ടാക്സ് ഇമ്പോസ് ചെയ്യുക എന്തിന്മേലൊക്കെയാണ്? ഭൂമിയുടെ മേലെ. നമുക്കറിയാം, ടാക്സ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. അത് ഡയറക്റ്റ് ടാക്സിൽ വരുന്ന ഒന്നാണ് ഏത്? ലാൻഡ്. നമ്മൾ നേരിട്ട് ചെന്ന് അടയ്ക്കുന്ന ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ്. അപ്പൊ ലാൻഡിന്മേല് എഫക്ട് ചെയ്യുന്ന ടാക്സ് അതാണ് ഡയറക്റ്റ് ടാക്സ്. അപ്പോ എഫക്റ്റ് ഓൺ ടാക്സ് ഓൺ ലാൻഡ്, ലാൻഡിന്മേലുള്ള ടാക്സിന്റെ എഫക്റ്റ്, സ്വാധീനം. അപ്പോ ടീച്ചർ പറഞ്ഞു
ടാക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ടാക്സേഷനെ കുറിച്ചൊന്നും നമുക്ക് വല്ലാതെ വിശകലനം ചെയ്യണ്ട, എങ്കിലും ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ടാക്സ് 2 ടൈപ്പ് ഉണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ ആണ് ഭൂനികുതി. ഭൂമി ഏതൊരു വ്യക്തിക്കും 1 സെന്റ് ഉള്ളെങ്കിലും അതിനും നികുതി അടയ്ക്കാൻ അയാള് ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ടാക്സിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഏത്? ലാൻഡ് ഓൺ ടാക്സ്, ലാൻഡിന്മേലുള്ള ടാക്സ്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓരോ സാധനവും ഒരു മുട്ടുസൂചി വാങ്ങുമ്പോൾ പോലും നമ്മൾ എന്ത് കൊടുക്കാൻ തയ്യാറായിരിക്കണം? ടാക്സ് കൊടുക്കുന്നുണ്ട്. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പൊ നമ്മൾക്ക് ഇവിടെ ഡയറക്റ്റ് ടാക്സിന്റെ ഭാഗമായിട്ടുള്ള ലാൻഡ് ടാക്സ് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് വിശകലനം ചെയ്യാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ. There is a need to understand the implication of the fixed supply of land. അതായത് ഭൂമി എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് സപ്ലൈ ആണ്. ഭൂമിയുടെ വിതരണം അല്ലെങ്കിൽ സപ്ലൈ എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് ആണ്. പക്ഷെ അതിലും ധാരാളം ഇംപ്ലിക്കേഷൻസ് ഉണ്ട്, പോരായ്മകൾ, പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, ഭൂമി എന്ന് പറയുന്നത്, ഈ എർത്ത് എന്ന് പറയുന്നത്, ഈ ലോകത്തിന്റെ, ഈ വേൾഡിന്റെ എർത്ത് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അത് കൂട്ടാനും ആർക്കും കഴിയില്ല, കുറയ്ക്കാനും കഴിയില്ല. അത് എപ്പോഴും ഭൂമി എന്ന് പറയുന്നത് എന്തെന്നെയാണ്? ഫിക്സഡ് ആണ്. പിന്നെ നാച്ചുറൽ കലാമിറ്റി, ഭൂമിയിൽ പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരുമ്പോൾ ഭൂമി കുറഞ്ഞു പോകാം. കടല് കര എടുത്തു എന്നൊക്കെ പറയാറില്ലേ? കടല് കര എടുക്കുമ്പോൾ ഭൂമി ഇല്ല, അവിടെ ഷോർട്ടേജ് സംഭവിക്കാം. എങ്കിലും ജനറലി നോക്കുമ്പോൾ എർത്ത് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആണ്. ലാൻഡ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഫാക്ടർ തന്നെയാണ്. അതുകൊണ്ടാണ് എന്ത് പറയാനുള്ള കാരണം? ഫിക്സഡ് സപ്ലൈ ഓഫ് ലാൻഡ് എന്ന് പറയാനുള്ള കാരണം. എങ്കിലും അവിടെ മനസ്സിലാക്കാൻ കഴിയാണെങ്കിൽ ഒരുപാട് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഭൂമി, ലാൻഡ് ഫിക്സഡ് സപ്ലൈ ആണെങ്കിൽ പോലും അവിടെ ഇംപ്ലിക്കേഷൻസ് നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഇംപ്ലിക്കേഷൻ? The government want to tax the income of the landowners and introduce a land tax of 50% on all land rent, ensuring that there is no further tax on building or improvement. Building മേലോ മറ്റ് ഇംപ്രൂവ്മെന്റ്, മറ്റുള്ള കാര്യങ്ങൾക്കുമേലല്ലാതെ ഗവൺമെന്റ് 50% നികുതി എന്തിന്മേലെ ഈടാക്കുന്നുണ്ട്? ആ ഭൂമിയുടെ മേലെ. റെന്റ് എത്രയാണോ നോക്കും. ഒരു ഭൂമി റെന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെന്റ് നോക്കിയിട്ട് എത്ര ശതമാനം നികുതി ഇമ്പോസ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ്? 50% നികുതി ഇമ്പോസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഗവൺമെന്റ് കെട്ടിട നികുതിയൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഗവൺമെന്റ് കൂടുതലായിട്ട് ഇമ്പോസ് ചെയ്യുന്നത് എന്തിന്മേലാണ് നികുതി? ഈ ലാൻഡിന്മേലാണ്. പാവപ്പെട്ടവന് ഭൂമി ഉണ്ടെങ്കിലും പണക്കാരന് ഭൂമി ഉണ്ടെങ്കിലും ആർക്ക് ഭൂമി ഉണ്ടെങ്കിലും നികുതി അടയ്ക്കാൻ അദ്ദേഹം തയ്യാറായിരിക്കണം. ഭൂമിയുണ്ടോ അവർ നികുതി അടയ്ക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഭൂനികുതി, വസ്തു നികുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര ഭൂമിയുണ്ടോ അത്രയും ഭൂമിയുടെ നികുതി അടയ്ക്കാൻ ഓരോ വ്യക്തിയും നിർബന്ധിതരാണ്. അതുകൊണ്ട് തന്നെ എത്ര ശതമാനം നികുതി അടയ്ക്കണം എന്നാ പറയുന്നത്? റെന്റിനെ വിലയിരുത്തിക്കൊണ്ട് 50% നികുതി അടയ്ക്കണം എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭൂമിയുടെ ടാക്സ് കൂടുമ്പോൾ, ഒരു ഭൂമിയിന്മേലുള്ള ടാക്സ് വർദ്ധിക്കുമ്പോൾ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകാം. അതായത് ഡിമാൻഡ് കുറയാൻ കാരണമാണ്. ഭൂമിക്ക് ഭയങ്കര ടാക്സ് ആണെങ്കിൽ ഭൂമിയുടെ മേലുള്ള ഡിമാൻഡ് ചിലപ്പോൾ കുറയാൻ കാരണമാകും. അതുമായി ബന്ധപ്പെട്ട ഒരു ഡയഗ്രത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ടാക്സ് ഇമ്പോസ് ചെയ്തു. ടോട്ടൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫോർ ലാൻഡ് സർവീസ് ഡസ് നോട്ട് ചേഞ്ച്. എന്നാൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫോർ ലാൻഡ് സർവീസിൽ മാറ്റല്ല. ഈവൻ ദോ ദ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ്. പക്ഷെ ഡിമാൻഡ് കർവ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സപ്ലൈ ഓഫ് ലാൻഡ് ഈസ് ഫിക്സഡ്. ദ ടാക്സ് ഇമ്പോസ്ഡ്, നികുതി ഇമ്പോസ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ടോട്ടൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫോർ ലാൻഡ് സർവീസ് ഡസ് നോട്ട് ചേഞ്ച്. ഡിമാൻഡ് ഫോർ ലാൻഡിന്റെ മൊത്തം ക്വാണ്ടിറ്റി സർവീസിൽ എന്തില്ല? മാറ്റമില്ല. എന്നാൽ ഡിമാൻഡ് കർവ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഷിഫ്റ്റ് ചെയ്യുന്നു.
സപ്ലൈ ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഭൂമിയുടെ സപ്ലൈ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം? ഫിക്സഡ് ആയിരിക്കാം. ഇൻ ദ അബൌട്ട് ഡയഗ്രാം, ഇൻ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റേഷൻ, അതായത് നിങ്ങളുടെ ആ PDF-ലുള്ള ഡയഗ്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. എന്താണ് ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ ഇതാണ് സപ്ലൈ കർവ്. യെസ്, സപ്ലൈ കർവ് ഇവിടെ ഫിക്സഡ് ആണ്. സപ്ലൈ ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. സപ്ലൈ ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കാം? ഫിക്സഡ് ആയിരിക്കാം. ഭൂമിയുടെ ലാൻഡ് ഓഫ് സപ്ലൈ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അതുകൊണ്ടാണ് സപ്ലൈയുടെ കർവ് എന്തായി ചെയ്യുന്നത്? മാറ്റണ്ടോ? ഡു നോട്ട് ചേഞ്ച്. ഇവിടെ ഒരു ചേഞ്ചും ഇല്ല. സപ്ലൈ ഓഫ് ലാൻഡ് ഫിക്സഡ് ആയി നിൽക്കുകയാണ്. പിന്നെ ഡിമാൻഡിൽ മാറ്റമുണ്ട്. ഭൂമിയുടെ ഡിമാൻഡ് ആദ്യം D1 ആയിരുന്നു. പക്ഷേ ഇവിടെ എഫക്റ്റ് ഓഫ് ടാക്സ് ഓൺ ലാൻഡ്, ടാക്സ് ഇമ്പോസ് ചെയ്തു. ആദ്യം ഡിമാൻഡ് D1 ടാക്സ് എഫക്റ്റ് ഓൺ ടാക്സ് ഓൺ ലാൻഡ്, ടാക്സ് ഇമ്പോസ് ചെയ്തപ്പോൾ ഭൂമിയുടെ ഡിമാൻഡ് എവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നാ പറയുന്നത്? ഇടത് ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഡിമാൻഡ് കുറഞ്ഞു. ടാക്സ് വർദ്ധിക്കുമ്പോൾ ഭൂമിയിന്മേലുള്ള ടാക്സ് വല്ലാതെ വർദ്ധിച്ചു കഴിഞ്ഞാൽ ആളുകൾ സ്ഥലം വാങ്ങുന്നത് നിർത്തിവെക്കും. ഇന്ന് നമ്മളുടെ എക്കോണമിയിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം വലിയൊരു എമൗണ്ട് രജിസ്ട്രേഷൻ ആയിട്ടും ടാക്സ് ആയിട്ടും അടയ്ക്കേണ്ടി വരുന്നുണ്ടെന്ന് അടയ്ക്കണം. ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടി വരുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ഭൂമി വാങ്ങുന്നത് കുറയും. അതാണ് ഏതിലൂടെ കാണിച്ചു തരുന്നത് നമുക്ക് ഈ ഒരു ഡയഗ്രമാറ്റിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ, സപ്ലൈ കർവ് ഫിക്സഡ് ആയി നിൽക്കുകയാണ്. എന്നാല് ഡിമാൻഡ് കർവ് ആദ്യം D1 ആയിരുന്നു. പക്ഷെ ടാക്സ് ഭൂമിയിന്മേൽ ടാക്സ് ഇമ്പോസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഡിമാൻഡ് ഫോർ ലാൻഡ് ഇടത് ഭാഗത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ഡിമാൻഡ് കുറയാൻ കാരണമാവുകയും ചെയ്തു. മാത്രല്ല ദിസ് റിസൾട്ട്, ഇതിന്റെ ഫലം ആരെയാണ് അടിസ്ഥാനപ്പെടുത്തുന്നത്? ഹെൻറി ജോർജ് ഫിങ്കിൾ. അതായത് ഹെൻറി ജോർജ് ആണ് ഈ ഒരു ഡയഗ്രത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് ഹെൻറി ജോർജ് ഫിങ്കിൾ. അദ്ദേഹം ടാക്സ് മൂവ്മെന്റ് എന്നൊരു ഒരു തിയറിയിലൂടെയാണ് ഈ ഒരു എഫക്റ്റ് ഓൺ ടാക്സ് ഓൺ ലാൻഡിനെ വിവരിക്കുന്നത്. ഇതാണ് നമ്മൾക്ക് പറയാനുള്ള എഫക്റ്റ് ഓൺ ടാക്സ് ഓൺ ലാൻഡ്. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ടോപ്പിക് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിക്കൽ തിയറി. ഡിഫൈൻ ക്ലാസിക്കൽ തിയറി. മെനി ടൈപ്സ് ഓഫ് ക്ലാസിക്കൽ തിയറി. ക്ലാസിക്കൽ തിയറി പ്രധാനമായിട്ടും 3 ടൈപ്സ് ആണുള്ളത്. റിക്കാർഡിംഗ് തിയറി, റെന്റ്, മാർഷൽ തിയറി ഓഫ് റിക്കാർഡിംഗ് തിയറി ഓഫ് റെന്റ്, അതേപോലെ തന്നെ മാർഷൽ തിയറി ഓഫ് റെന്റ്, മോഡേൺ തിയറി ഓഫ് റെന്റ്. 3 തരത്തിലാണ് ക്ലാസിക്കൽ തിയറി അനലൈസ് ചെയ്യുന്നത്. റിക്കാർഡിംഗ് തിയറി ഓഫ് റെന്റ്, മാർഷൽ തിയറി ഓഫ് റെന്റ്, മോഡേൺ തിയറി ഓഫ് റെന്റ്. അതിൽ നമുക്ക് ഈ 3 ടോപ്പിക്കും നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ തീർന്നു. അത്രേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. അപ്പൊ നമ്മൾക്ക് റിക്കാർഡിംഗ് തിയറി ഓഫ് റെന്റ്. ആരാണ് റിക്കാർഡിയൻ? ഡേവിഡ് റിക്കാർഡോ. ഡേവിഡ് റിക്കാർഡോ എന്ന എക്കണോമിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത തിയറി ആയതുകൊണ്ടാണ് അതിന് എന്ത് പേര് വന്നത്? റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ്. എന്നാണ് ആ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? 19th സെഞ്ചുറി, 19ാം നൂറ്റാണ്ടിൽ ഡേവിഡ് റിക്കാർഡിയൻ എന്ന എക്കണോമിസ്റ്റ്, എമിനന്റ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഡേവിഡ് റിക്കാർഡോ ആണ് ഏത് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്? റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ്. ആ റിക്കാർഡിയൻ തിയറി ഒരു ക്ലാസിക്കൽ തിയറിയാണ് കേട്ടോ. അപ്പൊ 3 ക്ലാസിക്കൽ തിയറി ഉള്ളത്: റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ്, മാർഷൽ തിയറി ഓഫ് റെന്റ്, മോഡേൺ തിയറി ഓഫ് റെന്റ്. അതിൽ റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ് എന്ന് പറയുന്നത്, ഈ റിക്കാർഡിയൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഡേവിഡ് റിക്കാർഡോ. ഡേവിഡ് റിക്കാർഡോ എന്ന 19th സെഞ്ചുറിയിൽ, 19ാം നൂറ്റാണ്ടില് ഡേവിഡ് റിക്കാർഡോ എന്ന എക്കണോമിസ്റ്റ് ആണ് ഏത് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്? റിക്കാർഡിയൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി എന്താണ് അതിലൂടെ പറയുന്നത്? റെന്റ് ആസ് ദാറ്റ് portion of the produce of the earth which is paid to the landlord for the use of the original indestructible powers of the soil. മണ്ണിന്റെ, നശിക്കപ്പെടാത്ത മണ്ണിന്റെ ശക്തിക്കനുസരിച്ചാണ് ഭൂമിയിൽ നിന്നും ഒരു ലാൻഡ് ലോഡിന് എന്ത് ഈടാക്കാൻ സാധിക്കുക? റെന്റ് ഏൺ ചെയ്യാൻ സാധിക്കുക. റെന്റ് ഏൺ ചെയ്യണമെങ്കിൽ എങ്ങനെയുള്ള ഭൂമിയായിരിക്കണം?
അതായത് സോയിൽ, മണ്ണ് എന്ന് പറയുന്നത് പവർ, നല്ല ഇൻഡസ്ട്രിയബിൾ പവർ ആയിട്ടുള്ള സോയിൽ ആകുമ്പോൾ മാത്രമേ ഒരു ലാൻഡ് ലോഡിന് ഒരു ജന്മിക്ക് അല്ലെങ്കിൽ സെമീദാരിക്ക് അല്ലെങ്കിൽ ലാൻഡ് ലോഡിന് എന്ത് ഏൺ ചെയ്യാൻ സാധിക്കുള്ളൂ? റെന്റ് ഏൺ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ലാൻഡ് പൊസസ് ഒറിജിനൽ ആൻഡ് പെർമനന്റ് പ്രോപ്പർട്ടി. ഡേവിഡ് ഡെക്കോഡ പറയാണ് ലാൻഡ് എന്ന് പറയുന്നത് ഒറിജിനൽ ആൻഡ് പെർമനന്റ് പ്രോപ്പർട്ടി. ലാൻഡിന്മേൽ എന്ത് പൊസസ് ചെയ്യുന്നുണ്ട്? ലാൻഡ് എന്ന് പറയുന്നത് ഒറിജിനലുമാണ്, ഒരു പെർമനന്റ് പ്രോപ്പർട്ടിയുമാണ്. റെന്റ് ഈസ് പെയ്ഡ് ഫോർ ദ യൂസ് ഓഫ് ലാൻഡ് ഓൺലി. എന്തിന്മേൽ മാത്രമാണ് റെന്റ് കിട്ടുക? ലാൻഡിന്മേൽ മാത്രമാണ് റെന്റ് കിട്ടുക എന്നാണ് ആരുടെ ഒപ്പീനിയൻ? ഡേവിഡ് റിക്കാർഡോയുടെ ഒപ്പീനിയൻ. അതേപോലെ തന്നെ അദ്ദേഹം ഒരു എക്സാമ്പിൾ ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്റൻസീവ് കൾട്ടിവേഷൻ. നമ്മൾ റെന്റ്, നമ്മൾ കുറച്ച് ഭൂമി കൃഷി ചെയ്യാണ് കരുതുക. അപ്പൊ ഒരു പ്രോഡക്റ്റ് മാത്രം കൃഷി ചെയ്യുമ്പോൾ നമുക്ക് റെന്റ് കൊടുത്താൽ മുതലാവില്ല. അതിന് പകരം എന്ത് ചെയ്യണം? ഇന്റൻസീവ് കൾട്ടിവേഷൻ. എന്താ ഇന്റൻസീവ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ? പല രീതിയിലുള്ള തീവ്രതയിലുള്ള കൾട്ടിവേഷൻ. അപ്പൊ ഇന്റൻസീവ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് അല്ല, ഒരുപാട് പ്രോഡക്റ്റുകൾ കൾട്ടിവേറ്റ് ചെയ്യുക. ഇപ്പോ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് കോട്ടൺ കൃഷിയുണ്ട്. കോട്ടൺ കൃഷിന്റെ ഒപ്പം തന്നെ വീറ്റോ റൈസോ അതേപോലെ തന്നെ 2-3 ഇടവിളകളും കൃഷി ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടില്ലേ? കപ്പ കൃഷി ചെയ്യുന്നിടത്ത് തന്നെ ചേമ്പും ചേനയും പിന്നെ പയറും വെള്ളരിയും മത്തനും അങ്ങനെ ഒരു ഭൂമിയിൽ തന്നെ ഒരുപാട് ഇനങ്ങൾ കൃഷി ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഇന്റൻസീവ് കൾട്ടിവേഷൻ. അപ്പോഴേ ആ ഒരു വ്യക്തിക്ക് റെന്റ് കൊടുക്കുമ്പോൾ മുതലാവും. റെന്റ് കൊടുക്കുമ്പോൾ നഷ്ടമില്ലാതിരിക്കണമെങ്കിൽ കൃഷിഭൂമി എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്? ഇന്റൻസീവ് കൾട്ടിവേഷൻ. അതുകൊണ്ട് തന്നെ a farmer keep on employing more of other factors of production on the same piece of land in order to increase production. He is using land more intensively. ഒരു ഭൂമിയിൽ തന്നെ കർഷകൻ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? കൂടുതൽ ഉൽപാദനം നടത്തണം. ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് അഗ്രികൾച്ചറുകൾ വ്യത്യസ്തമായിട്ട് ഉൽപാദനം നടത്തുക. അപ്പോൾ എന്ത് കിട്ടും? മോർ ഇന്റൻസീവ്ലി, കൂടുതൽ അഗ്രികൾച്ചർ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇന്റൻസീവ് തീവ്രത കൂട്ടാൻ സാധിക്കും. അതായത് നമ്മളിപ്പോ 1 ഏക്കർ ഭൂമി റെന്റിനെടുത്തു, ലാൻഡ് ലോഡിൽ നിന്നും 1 ഏക്കർ ഭൂമി റെന്റിനെടുത്തു എന്ന് വിചാരിക്കുക. അതിൽ നെല്ല് മാത്രമാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് എങ്കിൽ അയാൾക്ക് ആ റെന്റ് കൊടുക്കാനുള്ള വരുമാനം മാത്രമേ അതുമെന്ന് കിട്ടുള്ളൂ. അതിന് പകരം നെല്ലും അതിനോടൊപ്പം തന്നെ ഇടകൃഷികളും ചെയ്യാൻ നോക്കുക. ഞാൻ തന്നെ കപ്പയാണ് കൃഷി ചെയ്യുക. കപ്പയൊക്കെ ആകുമ്പോൾ ഇടവിളകൾ ഇഷ്ടം പോലെ കൃഷി ചെയ്യാൻ സാധിക്കും. പയറോ വേറെ മറ്റ് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകളായിട്ടുള്ള മറ്റ് ചില്ലിയോ ഗ്രീൻ ചില്ലിയോ ടൊമാറ്റോയോ അങ്ങനെ പ്രത്യേക ക്യാരറ്റോ അങ്ങനെ പല ഇടകൃഷികൾ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുമ്പോഴാണ് ആ കർഷകന് എന്താവുക? കൂടുതൽ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് റിക്കാർഡിയൻ എന്ത് പറയാനുള്ള കാരണം? കൂടുതൽ റെന്റ് നമ്മൾക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ എങ്ങനത്തെ കൃഷി രീതി അവലംബിക്കണം? ഇന്റൻസീവ് കൾട്ടിവേഷൻ അഥവാ ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ഫാമിംഗ് ചെയ്യണമെന്ന് അഭിപ്രായപ്പെടാനുള്ള കാരണം? റിക്കാർഡിയൻ അഭിപ്രായപ്പെടാനുള്ള കാരണം A farmer keep on employing more of other factors of production on the same piece. ഒരേ സ്ഥലത്ത് കർഷകൻ കൃഷി ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കണം? ലാൻഡ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ, ഭൂമിയിൽ നിന്ന് ഉൽപാദനം വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ എന്ത് യൂസ് ചെയ്യണം? ലാൻഡ് മോർ ഇന്റൻസീവ്ലി, ഭൂമി കൂടുതലായിട്ട് പലതരത്തിലുള്ള കൃഷികളും ചെയ്തിരിക്കണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറിയൊരു ഡയഗ്രം ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ റിക്കാർഡിയൻ തിയറിയിൽ 2 ഡയഗ്രം ഉണ്ട്. നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് ഒരു ഡയഗ്രാം ടീച്ചർ ഈ ഇതിൽ കാണിച്ചു തരുന്നത്. ഈ ഡയഗ്രാം നോക്കി നോക്കൂ. റെന്റ്, വേജ് ബില്ല് ആണ് കൂലി, ഇവിടെ റെന്റ്. ഈ റെന്റ് എന്ന് പറയുമ്പോൾ വേജ് ഇവിടെ നിന്നും പോകും, അതേപോലെ തന്നെ റെന്റും പോകും. ഇത്തരത്തിലാണ്
റിക്കാർഡിയൻ എന്തിനെ ഡയഗ്രമാറ്റിക്കലായി റിപ്രസെന്റ് ചെയ്യുന്നത്? റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റിനെ കാണിച്ചു തരുന്നത്. ഒരു ഭൂമിയാണെങ്കിൽ ആ ഭൂമിയിൽ വേജും പോണം, പിന്നെ റെന്റും പോണം. അത് കഴിഞ്ഞിട്ട് വേണം കർഷകന് എന്തെങ്കിലും ബാക്കി കിട്ടാൻ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കൃഷി രീതി ചെയ്യണമെന്ന് പറയാനുള്ള കാരണം. ഇന്റൻസീവ് കൾട്ടിവേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ആര് അഭിപ്രായപ്പെടാനുള്ള കാരണം? ഡേവിഡ് റിക്കാർഡോ അഭിപ്രായപ്പെടാനുള്ള കാരണം. ഓക്കെ, റിക്കാർഡോന്റെ തിയറി പറഞ്ഞു. അതിൽ തന്നെ വരുന്ന മറ്റൊരു ഭാഗമാണ് എക്സ്റ്റെൻസീവ് കൾട്ടിവേഷൻ. റിക്കാർഡിൻ തിയറിയിൽ ഇന്റൻസീവ് കൾട്ടിവേഷൻ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ എക്സ്റ്റെൻസീവ് കൾട്ടിവേഷൻ, വിശാലമായ കൃഷിരീതി. വിശാലമായ കൃഷിരീതി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഇത് ഒരു ഫ്ലോട്ടാണ്, ഭൂമിയാണ്, ലാൻഡ്. ഇതൊരു ഭൂമിയാണ്. ഇത് അവിടെ ആദ്യം ഫസ്റ്റ് നമ്മള് എ എന്നൊരു കൃഷി ഫോം ചെയ്തു. അതിനുശേഷം നമ്മള് ആ ഭൂമി തന്നെ സെയിം ലാൻഡ്, ഈ സെയിം ലാൻഡിൽ തന്നെ ബിയും സിയും ഡിയും ഇയും കൃഷി ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്ത് കൊടുക്കേണ്ടി വരില്ല? നോ റെന്റ്. മനസ്സിലായോ? അതായത് ഇതാണ് നമ്മളുടെ ലാൻഡ്. അതിൽ ഫസ്റ്റ് എ എന്നൊരു അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ഫാം ചെയ്തു, കൃഷി ചെയ്തു. അതിന്റെ ഒപ്പം തന്നെ പിന്നെ എന്താ കൂടി കൃഷി ചെയ്യുന്നുണ്ട്? ബി. അപ്പോൾ നമ്മൾ ഈ എന്റെയും ബിന്റെയും കൃഷിയിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് എന്ത് പോവുക? റെന്റ് പോവുക. വീണ്ടും നമ്മൾ അതിന്ന് ആ സെയിം ലാൻഡിൽ തന്നെ വീണ്ടും എന്ത് ചെയ്തു? സി എന്ന അഗ്രികൾച്ചർ ഫാം ചെയ്തു. അപ്പോഴും അതൊന്നും ലേശം ഏതിക്ക് പോവാം? റെന്റിക്ക് പോവാം. പക്ഷെ ഡിയും ഇയും ഒക്കെ ചെയ്യുമ്പോഴേക്കും ഈ ഡിയും ഇയും ഒക്കെ ഫുൾ നമ്മളുടെ എന്താണ്? നമ്മളെ വരുമാനമാണ്. കാരണം ഈ രണ്ടെണ്ണത്തിൽ തന്നെ നമ്മളുടെ റെന്റ് പോയി. ബാക്കിയുള്ള ഫ്ലോട്ടില് ബാക്കിയുള്ള ആ സെയിം പ്ലേസ് ആണ്, സെയിം സ്ഥലത്ത് തന്നെ 4-5 കൃഷികൾ ഒന്നിച്ച് ചെയ്യാകുമ്പോൾ ഫസ്റ്റ് 2 ഫാമുകളിൽ നിന്ന്, ഫസ്റ്റ് 2 കൃഷിയിൽ നിന്നും ആയിരിക്കും എന്ത് പോവുക? അതിനുള്ള റെന്റ് പോവുക. ബാക്കി ഇപ്പൊ ഇവിടെ എത്ര എണ്ണം ചെയ്യുന്നുണ്ട്? എ ചെയ്യുന്നുണ്ട്, ബി സി ഡി ഇ, അങ്ങനെ 5 എണ്ണാണ് കൃഷി ചെയ്യണത്. അതിന് എന്നും ബിന്നും നമുക്ക് റെന്റ് പോകും. എന്നാൽ സിന്നും ഡിന്നും ഇന്നും ഒന്നും എന്ത് പോവില്ല. സിന്ന് പോയാലും ഡിന്നും ഇന്നും എന്ത് പോകുന്നില്ല? റെന്റ് പോണില്ല. അതാണ് ഏത് തരത്തിലുള്ള കൾട്ടിവേഷൻ എന്ന് പറയുന്നത്? എക്സ്റ്റെൻസീവ് കൾട്ടിവേഷൻ. ശ്രദ്ധിച്ചോളൂ. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട്. അഗ്രികൾച്ചറൽ ഔട്ട്പുട്ടിന്റെ ഡിമാൻഡ് വർദ്ധിക്കണമെങ്കിൽ പ്ലോട്ട് സി ഡി ആൻഡ് ഇ. അഗ്രികൾച്ചറൽ ഔട്ട്പുട്ടിന്റെ ഡിമാൻഡ് വർദ്ധിക്കണമെങ്കിൽ പ്ലോട്ട്, ഏതൊക്കെ പ്ലോട്ടുകളിലാണ് കൃഷി ചെയ്യുന്നത്? അമിതമായിട്ട് ഏതൊക്കെ പ്ലോട്ടുകളിൽ നിന്നാണ് കിട്ടുക? സിന്നും ഡിന്നും ഇന്നും ആയിരിക്കും കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുക. കാരണം അതിന് റെന്റ് പോകേണ്ട ആവശ്യമുണ്ടോ? സെയിം സ്ഥലത്താണ്, സെയിം സ്ഥലത്ത് എ കൃഷി ചെയ്യുന്നുണ്ട്, ബി കൃഷി ചെയ്യുന്നുണ്ട്, സി ഡി ഇ, അങ്ങനെ 5 പ്രോഡക്റ്റുകളാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പൊ കയ്പയ്ക്ക, ഇപ്പൊ എ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം? കപ്പ കൊടുക്കാം. ബി എന്ന് പറയുന്നത് വാഴ കൊടുക്കാം. സി എന്ന് പറയുന്നത് പയറ് കൊടുക്കാം. അതേപോലെ തന്നെ ഡി എന്ന് പറയുന്നത് നമുക്ക് വേറെ വെള്ളരിക്കയോ അങ്ങനത്തെ വേറെ എന്തെങ്കിലും പച്ചക്കറികൾ കൊടുക്കാം. ഇ എന്ന് പറയുന്നത് നമുക്ക് ടൊമാറ്റോയോ പൊട്ടാറ്റോയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊടുക്കാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരേ സ്ഥലമാണ്, സെയിം പ്ലേസ്. ഈ സെയിം പ്ലേസിൽ നിന്നും റെന്റ് പോവുക ഏതെന്നൊക്കെ പോകേണ്ട ആവശ്യമുള്ളൂ? എന്നും ബിന്നേ പോകണ്ടോ? ബാക്കിയുള്ളതൊക്കെ എന്താണ്? അഡീഷണൽ ആയി കിട്ടുന്ന വരുമാനമാണ്. അതാണ് ഏത് കൾട്ടിവേഷൻ? റിക്കാർഡോയുടെ എക്സ്റ്റെൻസീവ് കൾട്ടിവേഷൻ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയാനുള്ള കാരണം? ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട്. അഗ്രികൾച്ചറൽ ഔട്ട്പുട്ടിന്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നത് ഏതൊക്കെ ഭാഗത്താ? ഏതൊക്കെ പ്ലോട്ടുകളിലാണ്? C, D and E would also be used by the farmer to increase production so as to be able to meet the market demand. അപ്പൊ അവിടെ എന്താ പറയുന്നത്? ഇത്തരത്തിലുള്ള ഉൽപാദനമാണ് എങ്ങനെ ഏബിൾ ആവുക? മാർക്കറ്റ് ഡിമാൻഡിന് ഏബിൾ ആയി തീരുക. എക്സ്റ്റെൻസീവ് കൃഷി രീതിയാണ് ഒരു മാർക്കറ്റ് ഡിമാൻഡിന് ഏബിൾ ആയി തീരുള്ളൂ. കാരണം എന്താണ്? ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. അഗ്രികൾച്ചറൽ ഔട്ട്പുട്ടിന്റെ ഡിമാൻഡ് വർദ്ധിക്കുക എങ്ങനെയാണ്? പ്ലോട്ട് സിയും
ഡിയും ഇയും എന്ത് ചെയ്യുന്നു? ഫാർമർ ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ, ഉത്പാദനം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു ഫാർമറെ. അപ്പോഴാണ് അത് എവിടെ ഏബിൾ ആവുക? മാർക്കറ്റ് ഡിമാൻഡിൽ ഏബിൾ ആയിത്തീരുന്നത്. ഇതാണ് എക്സ്റ്റെൻസീവ് കൾട്ടിവേഷൻ. നെക്സ്റ്റ് നമുക്ക് റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ് ബേസ്ഡ് ഓൺ ഫോളോവിങ് അസംപ്ഷൻ. റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ്, ഡേവിഡ് റിക്കാർഡോയുടെ റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ് താഴെ പറയുന്ന അസംപ്ഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. എന്തൊക്കെ അസംപ്ഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, there is perfect competition in the economy. ഒന്നാമത്തെ അസംപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റിന്റെ ഒന്നാമത്തെ ഫസ്റ്റ് അസംപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? there is perfect competition in the economy. പൂർണ്ണ മത്സരമായിരിക്കും. സെക്കൻഡ് പോയിന്റ്, സപ്ലൈ ഓഫ് ലാൻഡ് ഈസ് ലിമിറ്റഡ്. സപ്ലൈ ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെ ആയിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. ആൻഡ് തേർഡ് വൺ, ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ ഓപ്പറേറ്റ്. ഇവിടെ എന്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്? ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ. വാട്ട് ഈസ് മീൻ ബൈ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മോർ ആൻഡ് മോർ യൂണിറ്റ് ഓഫ് എ കമ്മ്യൂണിറ്റി ആൻഡ് അഡീഷണൽ യൂണിറ്റ് വിൽ ബി ഡിമിനിഷിംഗ്. അപ്പൊ ഇവിടെ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എവിടെ? ഈ ഒരു തിയറിയില്. ഫോർത്ത് പോയിന്റ്, റെന്റ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ഓൺ ലാൻഡ്. എന്തിൽ നിന്ന് മാത്രമാണ് റെന്റ് ലഭിക്കുക? ഓൺലി ഓൺ ലാൻഡ്. ലാൻഡിൽ നിന്ന് മാത്രമാണ് എന്ത് ലഭ്യമാകുന്നത്? അപ്ലിക്കബിൾ ആകുന്നത്, റെന്റ് ലഭ്യമാകുന്നത്. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ്, റെന്റ് ഈസ് പ്രൈസ് ഡിറ്റർമൈൻഡ്. വിലയെ തീരുമാനിക്കുന്നതും റെന്റാണ്. ഒരു വില ഒരു പച്ചക്കറി ആണെങ്കിലും അതിന്റെ വില ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയുന്നത്, പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തിലൂടെയാണ്? റെന്റ് നോക്കിയിട്ടാണ്. ആൻഡ് സിക്സ്ത് പോയിന്റ്, ലാൻഡ് ഈസ് കൾട്ടിവേറ്റഡ് ഇൻ ക്വാളിറ്റി വാരിയിങ്. അതേപോലെ ഭൂമിയിൽ കൃഷി ചെയ്യുമ്പോൾ എന്ത് വേണം? ക്വാളിറ്റി, ഗുണമേന്മയിൽ വ്യത്യസ്തത ഉണ്ടായിരിക്കും. ലാൻഡ് ഈസ് കൾട്ടിവേറ്റഡ് ഇൻ ക്വാളിറ്റി വാരിയിങ്. ഇതാണ് റിക്കാർഡിയൻ തിയറി. ഇപ്പോഴാണ് റിക്കാർഡിയൻ തിയറി ഫുൾ ആയത്. ഇതാണ് റിക്കാർഡിയൻ തിയറിയുടെ എക്സ്റ്റെൻസീവ് കൾട്ടിവേഷൻ, അതേപോലെ തന്നെ അതിന്റെ അസംപ്ഷനിലൂടെയും വ്യക്തമാക്കുന്നത്. ഇനി നമ്മൾക്ക് ക്ലാസിക്കൽ തിയറിയുടെ രണ്ടാമത്തെ ക്ലാസിക്കൽ തിയറി ആയ മാർഷൽ തിയറി ഓഫ് റെന്റ് എന്താ നോക്കാം. മാർഷൽ തിയറി ഓഫ് റെന്റ് ശ്രദ്ധിച്ചോളൂ. മാർഷൽ തിയറി ഓഫ് റെന്റില് ഫസ്റ്റ് പോയിന്റ്, ആൽഫ്രഡ് മാർഷൽ ഡെവലപ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ക്വാസി റെന്റ് in order to extend the Ricardian concept of rent to other factors of production. എന്താണ് മാർഷൽ തിയറി ഓഫ് റെന്റിൽ പറയുന്നത്? ആൽഫ്രഡ് മാർഷൽ ആണ് ഏത് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ക്വാസി റെന്റ്. ആൽഫ്രഡ് മാർഷൽ ഡെവലപ്ഡ് the concept of quasi rent in order to extend the Ricardian concept of rent to other factors of production. Factors of production ile Ricardian theory of rent പകരമായി ആൽഫ്രഡ് മാർഷൽ ഡെവലപ്പ് ചെയ്ത തിയറിയാണ് quasi rent. Factors of productionile റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റിന് പകരമായി എക്സ്റ്റെൻഡ് ആയിട്ട് ആൽഫ്രഡ് മാർഷൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത തിയറിയാണ് ഏത്? ക്വാസി റെന്റ്. അതുകൊണ്ട് തന്നെ മാർഷൽ കൺസെപ്റ്റ് ഓഫ് ക്വാസി റെന്റ് വാസ് എ ഷോർട്ട് റൺ കൺസെപ്റ്റ്. മാർഷലിന്റെ കൺസെപ്റ്റ് ആയ ക്വാസി റെന്റ് എങ്ങനത്തെ ആശയമാണ്? ഒരു ഷോർട്ട് റൺ, ഒരു ഹ്രസ്വകാല ആശയമാണ്, ഒരു ഷോർട്ട് റൺ കൺസെപ്റ്റ് ആണ്. എന്നാലോ റിക്കാർഡിന്റെ തിയറി എങ്ങനത്തെ കൺസെപ്റ്റ് ആണ്? ലോങ് റൺ കൺസെപ്റ്റ്. അപ്പോ മാർഷലിന്റെ കൺസെപ്റ്റ് ആയിട്ടുള്ള ക്വാസി റെന്റ് ഒരു ഷോർട്ട് റൺ കൺസെപ്റ്റ് ആണെങ്കിൽ റിക്കാർഡിന്റെ തിയറി ആയിട്ടുള്ള റിക്കാർഡിയൻ റെന്റ് എങ്ങനത്തെ കൺസെപ്റ്റ് ആണ്? ഒരു ലോങ് റൺ കൺസെപ്റ്റ് ആണ്. ലോങ് റൺ കൺസെപ്റ്റ് ഓഫ് റെന്റ്. അതേപോലെ തന്നെ ആൽഫ്രഡ് മാർഷൽ ഡെവലപ്പ് ചെയ്ത ക്വാസി റെന്റ് ആർക്ക് പകരമായി വന്നതാണ്? ഡേവിഡ് റിക്കാർഡോയുടെ റിക്കാർഡിയൻ തിയറിക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് വന്ന തിയറിയാണ് ഏത്? ക്വാസി റെന്റ്. ക്വാസി റെന്റ് എന്ന് പറയുന്നതിന്റെ ടൈം എങ്ങനെയാണ്? ഷോർട്ട് റൺ കൺസെപ്റ്റ് ആണ്. എന്നാൽ റിക്കാർഡിയൻ തിയറിയുടെ ടൈമിംഗ് എന്ന് പറയുന്നത് എങ്ങനത്തെ കൺസെപ്റ്റ് ആണ്? ഒരു ലോങ് റൺ കൺസെപ്റ്റ് ഓഫ് റെന്റ് ആണ്. ആൻഡ് ദെൻ this sudden increase in the earning is called as quasi rent. Quasi rentന്റെ പ്രത്യേകത എന്താ? this sudden പെട്ടെന്ന്
ഇൻക്രീസ് ദിയർ ഏർണിംഗ്, പെട്ടെന്ന് ഏർണിങ്സ് വർദ്ധിപ്പിക്കാൻ കഴിയും. ഏതിലൂടെ? ക്വാസി റെന്റിലൂടെ. ക്വാസി റെന്റിലൂടെ മാർഷലിന്റെ തിയറിയാണ് ക്വാസി റെന്റ്. ആ മാർഷലിന്റെ തിയറി ആയിട്ടുള്ള ക്വാസി റെന്റിലൂടെ പെട്ടെന്ന് എന്ത് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്ന പറയുന്നത്? പെട്ടെന്ന് ഏർണിങ്സ്, വരുമാനം ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ, ഇവിടെ ഇത് ലാൻഡാണ്, ഭൂമി, അതിന്റെ അളവ്, ക്വാണ്ടിറ്റി ഓഫ് ലാൻഡ്, എത്രത്തോളം ഉത്പാദനം നടത്തുന്നുണ്ട്. ഇത് സപ്ലൈ കർവും ഇത് ഡിമാൻഡ് കർവും. അപ്പൊ ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഈക്വൽ ആകുന്ന ഭാഗമാണ് ഇക്വിലിബ്രിയം ലെവൽ. ഇവിടെയാണ് ക്വാസി റെന്റ് എന്ന് പറയുന്നത്. കാരണം പെട്ടെന്ന് ഏർണിങ്സ് ഉണ്ടാക്കാൻ കഴിയും. ഇവിടെ ഈ ഭാഗം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഏർണിംഗ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമുക്ക് കൃഷി എന്ന് പറയുമ്പോൾ കൃഷി ഒരു വർഷത്തിനൊന്നല്ല നമ്മൾ കൃഷി 6 മാസം 3 മാസമൊക്കെയാണ് കാർഷിക രീതികളുള്ളത്. ഒരു വർഷത്തിൽ തന്നെ 2 വട്ടമൊക്കെ കൃഷി ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ഒരു റൈസ് ആണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അതിന്റെ റൈസിന്റെ ക്വാസി റെന്റ് അറിയുന്നത് ഈ ഭാഗവും ട്രാൻസ്ഫർ ഏർണിംഗ് അറിയുന്നത് ഈ ഭാഗമാണ്. അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിറ്റർമിനേഷൻ ഓഫ് റെന്റ് ഇൻ മാർഷൽ തിയറി, മാർഷൽ റെന്റ് ഡിറ്റർമിനേഷൻ ചെയ്യുന്നത് ഈ ഒരു രീതിയിലൂടെയാണ്. ക്വാസി റെന്റ് ഉപയോഗിച്ചും ട്രാൻസ്ഫർ ഏർണിംഗ് ഉപയോഗിച്ചുമാണ് മാർഷല് ഡിഫൈൻ ചെയ്യുന്നത്, ക്വാസി റെന്റ് ഡിഫൈൻ ചെയ്യുന്നത്. ക്വാസി റെന്റ് ഷോർട്ട് ടേമിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്നാല് റിക്കാർഡിയൻ തിയറി ലോങ് ടേമിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. മാത്രമല്ല ക്വാസി റെന്റിൽ പറയുന്നുണ്ട് ഇൻക്രീസിങ് ഇൻ ദിയർ ഏർണിംഗ്, പെട്ടെന്ന് തന്നെ ഏർണിങ്സ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തിയറിയാണ് ഏത്? മാർഷലിന്റെ ക്വാസി റെന്റ്. ഓക്കെ, അപ്പൊ ക്ലാസിക്കൽ തിയറിയിലെ തേർഡ് വണ്ണാണ് മോഡേൺ തിയറി ഓഫ് റെന്റ്. നമ്മള് ക്ലാസിക്കൽ തിയറിയില് 3 എണ്ണാണ് ടീച്ചർ പറഞ്ഞിരുന്നു. റിക്കാർഡിയൻ തിയറി, അതേപോലെ തന്നെ മാർഷൽ തിയറി ആൻഡ് തേർഡ് വൺ മോഡേൺ തിയറി ഓഫ് റെന്റ്. അപ്പൊ റിക്കാർഡിയൻ തിയറി മാർഷൽ തിയറി ഒക്കെ നമ്മൾ അനലൈസ് ചെയ്തു. 3ാമത്തെ തിയറി ആയ മോഡേൺ തിയറി ഓഫ് റെന്റിലേക്ക് നമുക്ക് നോക്കാം. എന്താണ് മോഡേൺ തിയറി ഓഫ് റെന്റില്? മോഡേൺ മീൻസ് എന്താ? ആധുനികമായിട്ടുള്ള കാര്യങ്ങളിലൂടെ അധിഷ്ഠിതമായ റെന്റിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. മോഡേൺ തിയറി ഓഫ് റെന്റ്. The modern theory of rent developed മാർഷാലിയൻ തിയറി ഓഫ് റെന്റ്. അതായത് മാർഷാലിയൻ തിയറി ഓഫ് റെന്റിനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഏത് തിയറിയായി മാറിയത്? മോഡേൺ തിയറി ഓഫ് റെന്റ്. അതായത് ക്ലാസിക്കൽ തിയറി 3 ഉണ്ട്, റിക്കാർഡിയൻ തിയറി, മാർഷൽ തിയറി, മോഡേൺ തിയറി. പക്ഷെ ആ മോഡേൺ തിയറി ഏതിനെ ഡെവലപ്പ് ചെയ്തതാണ്? മാർഷാലിയൻ തിയറിയെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഏത് തിയറി വന്നത്? മോഡേൺ തിയറി ഓഫ് റെന്റ്. This theory is different in terms of determination of mechanism of rent. This theory, ഈ തിയറി എന്താണ്? ഡിറ്റർമൈൻ ചെയ്യുന്നത് മെക്കാനിസം ഓഫ് റെന്റ്, റെന്റിന്റെ മെക്കാനിസം, റെന്റിന്റെ മെത്തേഡുകൾ, റെന്റിന്റെ മെക്കാനിസത്തിനാണ് ഈ തിയറി ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോ this theory is different in terms of determination of mechanism of rent. റെന്റിന്റെ മെക്കാനിസത്തിലൂടെയാണ് ഈ തിയറി ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഈ തിയറി തീരുമാനിക്കപ്പെടുന്നത്. Here rent is determined using the demand supply framework. എപ്പോഴും റെന്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? ഡിമാൻഡും സപ്ലൈയുമാണ്. ഫ്രെയിംവർക്ക്, ചട്ടക്കൂട്, ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും ചട്ടക്കൂട്ടിൽ അഥവാ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ടാണ് എന്ത് ഡിറ്റർമൈൻ ചെയ്യപ്പെടുക? മോഡേൺ തിയറിയിൽ പറയുന്നത് റെന്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. മോഡേൺ തിയറി പ്രകാരം റെന്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്? ഡിമാൻഡിലൂടെയും സപ്ലൈയിലൂടെയുമാണ്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ്, the theory stipulates that even land is very fertile, rent would arising owing to its fixed nature. അതായത് the theory stipulates, ഈ തിയറി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? land is very fertile, ഭൂമി ഫലഭൂരിഷ്ഠിതമാണെങ്കിൽ അതെങ്ങനെയാണ്? അതാ പ്രകൃതിയുടെ, ഭൂമിയുടെ ഫലഭൂരിഷ്ഠത എന്ന് പറയുന്നത് ഫിക്സഡ് നേച്ചർ, അതൊരു നാച്ചുറൽ ആണ്, ഫിക്സഡ് ആണ്. ഭൂമി ഫലഭൂരിഷ്ഠത ആകുമ്പോഴേ ആ ഭൂമി നമ്മൾ വീണ്ടും ഉപയോഗപ്പെടുത്തുള്ളൂ. അങ്ങനെ വീണ്ടും ഉപയോഗപ്പെടുത്തുമ്പോഴേ നമുക്ക് എന്തും
കൂടുതൽ കിട്ടുള്ളൂ, റെന്റ് നേടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ദ തിയറി സ്റ്റിപ്പുലേറ്റഡ്. ഈ തിയറി എന്ത് സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്നു? ലാൻഡ് ഈസ് വെരി ഫെർട്ടൈൽ. ഭൂമി എന്താണ്? ഫെർട്ടൈൽ, ഫലഭൂരിഷ്ഠിതമാണെങ്കിൽ അത് ഫിക്സഡ് നേച്ചർ ആയിരിക്കും എന്ന് പറയുന്നത്. The modern theory of rent assume perfect competition, homogeneous product, land of equal quality. മോഡേൺ തിയറി ഓഫ് റെന്റ് അസ്യൂം ചെയ്യുന്നത് ഏതിലൂടെയൊക്കെയാണ്? മോഡേൺ അസ്യൂം ചെയ്യാൻ ഉറപ്പുവരുത്തുന്നത്. മാർഷലിന്റെ തിയറിയെ മോഡിഫൈ ചെയ്തിട്ടാണ് ഏത് തിയറി ഉണ്ടായത്? മോഡേൺ തിയറി. അതുകൊണ്ട് തന്നെ മോഡേൺ തിയറി അസ്യൂം ചെയ്യുന്നു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, പൂർണ്ണ മത്സരം. ഹോമോജീനിയസ് പ്രോഡക്റ്റ്, ഏകാത്മക സ്വഭാവമുള്ള പ്രോഡക്റ്റുകൾ, ഒരേ സ്വഭാവമുള്ള പ്രോഡക്റ്റുകൾ. ലാൻഡ് ഓഫ് ഈക്വൽ ക്വാളിറ്റി, ഒരുപോലെയുള്ള ക്വാളിറ്റി. അതുകൊണ്ട് തന്നെ മോഡേൺ തിയറി 3 കാര്യങ്ങളാണ് അസ്യൂം ചെയ്യുന്നത്. എന്തൊക്കെയാണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഹോമോജീനിയസ്, ക്വാളിറ്റി ഓഫ് ഈക്വൽ ക്വാളിറ്റി. ഈക്വൽ ക്വാളിറ്റിയും പെർഫെക്റ്റ് കോമ്പറ്റീഷനും ഹോമോജീനിയസ് പ്രോഡക്റ്റ്, ഒരേ സ്വഭാവമുള്ള പ്രോഡക്റ്റുകളും പൂർണ്ണ മത്സര വിപണിയും ഈക്വൽ ക്വാളിറ്റിയുമാണ് മോഡേൺ തിയറി എന്ത് ചെയ്യുന്നത്? അസ്യൂം ചെയ്യുന്നത്. ആൻഡ് ദെൻ rent is depend on the marginal revenue productivity of land. അതേപോലെ റെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആശ്രയിക്കുന്നു എന്ത്? മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി ഓഫ് ലാൻഡ്. ഭൂമിയുടെ മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? റെന്റ്. റെന്റ് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി ഓഫ് ലാൻഡ്. മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി ഓഫ് ലാൻഡ് എന്തിന് ഏതുമായി ഡിപ്പെൻഡഡ് ആണ്? റെന്റുമായി. റെന്റ് ഈസ് ഡിപ്പെൻഡഡ്. റെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്തിനെ? മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി ഓഫ് ലാൻഡ്. ഡിമാൻഡ്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഇൻഡിക്കേറ്റിംഗ് ദ മോർ ലാൻഡ്. അതുകൊണ്ട് നമുക്ക് റെന്റ് കണ്ടെത്താൻ, അതായത് മോഡേൺ തിയറിയിൽ റെന്റ് കണ്ടെത്താൻ ഒരു ഇമ്പോർട്ടന്റ് ആയ ഇക്വേഷനിലേക്ക് പോകാം. റെന്റ് ഈക്വൽ ആക്ച്വൽ ഏർണിംഗ് മൈനസ് ട്രാൻസ്ഫർ ഏർണിംഗ്. ആക്ച്വൽ ഏർണിംഗ്, ഇപ്പൊ നമ്മൾ ആക്ച്വൽ ആയിട്ട് പ്രസന്റ്ലി നമ്മൾ ഏൺ ചെയ്യുന്നത് ആക്ച്വൽ ഏർണിംഗ്. അതിനെ ഏതിൽ നിന്ന് മൈനസ് ചെയ്യാം? ട്രാൻസ്ഫർ ഏർണിംഗ്. കൈമാറ്റം ചെയ്യുന്ന ഏർണിംഗ്സുമായി മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റെന്റ്. അപ്പൊ മോഡേൺ തിയറി ഓഫ് റെന്റിൽ റെന്റ് കണ്ടെത്താനുള്ള ഒരു സൊല്യൂഷൻ ആണ് ഇവിടെ പറയണേ. റെന്റ് ഈക്വൽ ആക്ച്വൽ ഏർണിംഗ് മൈനസ് ട്രാൻസ്ഫർ ഏർണിംഗ്. ആക്ച്വൽ ഏർണിംഗിൽ നിന്നും ട്രാൻസ്ഫർ ഏർണിംഗ് മൈനസ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? റെന്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഈ മോഡേൺ തിയറി ഓഫ് റെന്റിനെ ഒരു ഡയഗ്രമാറ്റിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, സപ്ലൈ 3 രീതിയിൽ വരുന്നുണ്ട്. ആദ്യം ഇങ്ങനെ, ഇത് അതായത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ, അതാണ് S1. പിന്നെ S2 എന്ന് പറഞ്ഞിട്ട് സപ്ലൈ കർവ് പോകുന്നുണ്ട്, S3 എന്ന് പറഞ്ഞിട്ടും സപ്ലൈ കർവ് പോകുന്നുണ്ട്. ഇങ്ങനെ 3 ലെവലിലാണ് സപ്ലൈ ഓഫ് ലാൻഡ് ഈ ഡയഗ്രത്തിൽ കാണിക്കുന്നത്. ആദ്യം S1 ആയിട്ട് സപ്ലൈ കർവ് കാണിക്കുന്നുണ്ട്, സെക്കൻഡ് വൺ S2 ആയിട്ട് സപ്ലൈ കർവ് കാണിക്കുന്നുണ്ട്, ആൻഡ് തേർഡ് വൺ S3 ആയിട്ട് സപ്ലൈ കർവ് കാണിക്കുന്നുണ്ട്. ഡിമാൻഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫിക്സഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡയഗ്രത്തിന്റെ പ്രത്യേകതകൾ എന്തായെന്ന് നമുക്ക് കുറച്ച് പോയിന്റുകളിലൂടെ വിലയിരുത്താം. The supply curve intersect the demand curve at E. സപ്ലൈ കർവിനെയും ഡിമാൻഡ് കർവിനെയും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് E. എന്താണ്? സപ്ലൈ കർവിനെയും ഡിമാൻഡ് കർവിനെയും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഏത്? E. Next step. At each of the supply curve, the equilibrium price and quantity are given by OP and OQ. സപ്ലൈ കർവ് ഈക്വൽ ആകുന്ന ഭാഗം ഇവിടെ വെച്ചിട്ടാണ് സപ്ലൈ കർവ് ഈക്വൽ ആവുന്നത്. S1ഉം S2ഉം S3ഉം ഡിമാൻഡും. ഇതാണ് ഡിമാൻഡ് കർവ്. ഇത് ഡിമാൻഡ് ആണ് ഈ കർവ് കാണുന്നത്. അപ്പൊ ഈ ഡിമാൻഡ് കർവും പിന്നെ 3 സപ്ലൈ കർവ് വരുന്നുണ്ട്. S1 ഉണ്ട്, S2 ഉണ്ട്, S3 ഉണ്ട്. ഇതൊക്കെ ഈക്വൽ ആകുന്ന സന്തുലിതാവസ്ഥയിൽ എത്തുന്ന പോയിന്റ് E. ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ഏൺ ചെയ്യാൻ കഴിയുന്നുണ്ട്? OP പ്രൈസും OQ ക്വാണ്ടിറ്റിയും. സപ്ലൈ കർവ് 3 വരുന്നുണ്ട്, S1, S2, S3.
ഡിമാൻഡ് കർവും അതെല്ലാം കൂടി ഒരുമിച്ച് ഈക്വൽ ആകുന്ന പോയിന്റ് ആണ് ഏത് മക്കളെ? ഇ. ആ ഇ എന്ന പോയിന്റിൽ വെച്ച് നമുക്ക് എന്താണ് ചെയ്യാം? ഒ പി പ്രൈസ് ആൻഡ് ഒ ക്യു ക്വാണ്ടിറ്റി. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഈ രണ്ട് സ്റ്റെപ്പ്. അതിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് ഡയഗ്രത്തിന്റെ പറയണേ? ഏരിയ അണ്ടർ എ സപ്ലൈ കർവ് അപ് ടു പോയിന്റ് ക്യു ഈസ് കാൾഡ് ട്രാൻസ്ഫർ ഏർണിംഗ്. അതുകൊണ്ട് തന്നെ സപ്ലൈ കർവ് അപ് ടു പോയിന്റ്, സപ്ലൈ കർവിന്റെ പോയിന്റ് ആയ ക്യൂവിൽ വെച്ചിട്ട് എന്തും നടക്കുന്നുണ്ട്? ട്രാൻസ്ഫർ. ഇവിടെ വെച്ചിട്ട് ഈ ഭാഗത്ത് വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ട്രാൻസ്ഫർ ഏർണിംഗ്. നമ്മള് ഏർണിംഗ് ആക്ച്വൽ ഏർണിംഗ് ഉണ്ട്, അതേപോലെ ഈ ഭാഗം ആക്ച്വൽ ഏർണിംഗ് ആണ്. ഈ ഭാഗമാണ് എന്ത്? ട്രാൻസ്ഫർ ഏർണിംഗ്. സപ്ലൈ കർവിൽ ഏൺ ചെയ്യുന്ന ക്യൂ എന്ന ഭാഗത്ത് വെച്ചിട്ടാണ് എന്ത് നടത്തപ്പെടുന്നത്? ട്രാൻസ്ഫർ ഏർണിംഗ്. The total factor payment in all the three cases is given by OPEQ. അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ മൊത്തത്തിൽ പറയാന്നാ പറയണത്? ടോട്ടൽ ഫാക്ടർ പേയ്മെന്റ്. മൊത്തത്തിൽ ഈ പേയ്മെന്റിനെ എങ്ങനെ പറയാം? OPEQ. മൊത്തത്തിൽ ഈ പേയ്മെന്റിനെ ഈ ഒരു ഡയഗ്രത്തെ എങ്ങനെ പറയാം? OPEQ എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ സപ്ലൈ കർവ് S1, സപ്ലൈ കർവ് S1 ആയിരിക്കുമ്പോൾ ട്രാൻസ്ഫർ ഏർണിംഗ് എന്താണ്? 0 ആണ്. S3 കർവ് ആയിരിക്കുമ്പോഴും ട്രാൻസ്ഫർ ഏർണിംഗ് 0 ആണ്. ഇങ്ങനെ ശ്രദ്ധിക്കുക. സപ്ലൈ കർവ് S1ഉം S3ഉം ആയിരിക്കുമ്പോൾ ട്രാൻസ്ഫർ ഏർണിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? 0 ആണ്. S1ഉം സപ്ലൈ കർവ് S1ഉം അതേപോലെ തന്നെ S3ഉം ആയിരിക്കുമ്പോൾ ഇതും സപ്ലൈ കർവാണ്, ഇതും സപ്ലൈ കർവാണ്. ഇത് രണ്ടും ആയിരിക്കുമ്പോൾ ട്രാൻസ്ഫർ ഏർണിംഗ് എന്താണ്? 0 ആണ്. എന്നാൽ സപ്ലൈ കർവ് S2 ആയിരിക്കുമ്പോൾ, എവിടെ S2? ഇതായിരിക്കുമ്പോൾ സപ്ലൈ കർവിൽ എന്തുണ്ടാണ്? കൂടുതൽ ഏൺ ചെയ്യാൻ സാധിക്കും. അതാണ് ആക്ച്വൽ ഏർണിംഗ് ആയിട്ട് വരിക. ഈ ഭാഗം S2 ആണ് ആക്ച്വൽ ഏർണിംഗ്. S3ഉം S1ഉം ഏതാണ്? ട്രാൻസ്ഫർ ഏർണിംഗുമാണ്. അതുകൊണ്ട് തന്നെ ഫാക്ടർ പേയ്മെന്റ് ബിക്കം ട്രാൻസ്ഫർ ഏർണിംഗ്. ഇപ്പൊ കുട്ടികളെ ഇവിടെ റെന്റ് കണ്ടെത്താനുള്ളൊരു സൊല്യൂഷൻ പറയുന്നുണ്ട്. ആക്ച്വൽ ഏർണിംഗ് മൈനസ് ട്രാൻസ്ഫർ ഏർണിംഗ്. ട്രാൻസ്ഫർ ഏർണിംഗ് ഏതൊക്കെയാ വരിക? S3ഉം S1ഉം ആണ് ട്രാൻസ്ഫർ ഏർണിംഗ് ആയിട്ട് വരിക. ആക്ച്വൽ ഏർണിംഗ് ആയിട്ട് വരുന്നത് ആരാണ്? ആക്ച്വൽ ഏർണിംഗ് ആയിട്ട് വരുന്നത് S2ഉം അതേപോലെ തന്നെ ഡിമാൻഡും. ആക്ച്വൽ ഏർണിംഗ് ആയിട്ട് വരിക S2ഉം ഡിമാൻഡും, ട്രാൻസ്ഫർ ഏർണിംഗ് ആയിട്ട് വരിക S3ഉം S1ഉം. ഇതന്നെയാണ് മോഡേൺ തിയറി ഓഫ് റെന്റ് എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നത്. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ 3 തിയറി ആയിട്ടാണ് ക്ലാസിക്കൽ തിയറി വരുന്നത്. ടീച്ചർ പറഞ്ഞു റിക്കാർഡിയൻ തിയറി, മാർഷൽ തിയറി, മോഡേൺ തിയറി. മാർഷൽ തിയറിയെ ഡെവലപ്പ് ചെയ്ത് വന്ന തിയറിയാണ് മോഡേൺ തിയറി. അതില് സപ്ലൈ ഓഫ് ലാൻഡിനെ 3 രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫർ ഏർണിംഗ് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ അനലൈസ് ചെയ്യണം.